ശ്രീ യുവരാജ് ഗോകുൽ, ഇതിനകത്തൊരു രാഷ്ട്രീയ വാശി നമ്മൾ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കാണുന്നുണ്ട്. ഒപ്പം മാധ്യമ വിചാരണ അതൊരു ഘട്ടത്തിൽ ഈ ടി ജിക്കെതിരെ നടക്കുന്നു. അത് ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ താങ്കൾ സൂചിപ്പിച്ചിരുന്നു. കാരണം ഈ മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു വിഭാഗം മാധ്യമങ്ങളുടെയൊക്കെ നാക്ക് അടപ്പിക്കുകയും പിന്നീട് അവർ തന്നെ ടി ജി മോഹൻദാസിനെ ചർച്ചയ്ക്ക് വിളിക്കാത്ത അവസ്ഥയൊക്കെ ഉണ്ടായി. കാരണം ഇദ്ദേഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പല ആങ്കർമാർക്കും കഴിയാത്ത പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മാധ്യമ വിചാരണ ഏത് രീതിയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോയെന്ന് വെച്ചാൽ ഈ അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തിട്ടും എന്തുകൊണ്ട് ടി ജിയെ അറസ്റ്റ് ചെയ്യുന്നില്ല, ആ രീതിയിലുള്ള നെറേറ്റീവ് ഒക്കെയാണ് ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. അല്ല, തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കാരണം മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടി ജിയോട് തീർത്താൽ തീരാത്തൊരു വിരോധവും പകയും ഉണ്ട്. കാരണം ഒരു പരിധിവരെ ഏറ്റവും ആദ്യം അവരെ മുട്ടുകുത്തിച്ച ഒരു സംഘപരിവാർ ഭാഗത്തുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ടി ജി തന്നെയാണ്. ഇന്നും അവരെ സംബന്ധിച്ചിടത്തോളം ടി ജിയോട് മുട്ടി നിൽക്കാൻ ആവതുള്ള ആങ്കർമാരും തന്നെ ഇന്ന് മലയാള മാധ്യമ രംഗത്തില്ല എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ചുരുക്ക് ഈ ഒരു വിഷയം വന്ന സമയത്ത് ഒരു മുതലെടുപ്പ് നടത്തിക്കൊണ്ട് ചൊറിഞ്ഞു തീർക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് നിലവിൽ കേരളത്തിലെ നമ്മുടെ മാധ്യമ പ്രവർത്തകരെന്ന് പറയുന്ന ആൾക്കാർ, ഇടതുപക്ഷക്കാരാണ് ഈ പറയുന്ന മാപ്ര എന്ന പേരിട്ട് കൊടുത്തത്. ഏതാണ്ട് ആ അർത്ഥത്തിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനമാണ് അവർ കഴിഞ്ഞ ദിവസത്തിൽ നടത്തിയത്. എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ അകത്തുണ്ടെങ്കിൽ പോലും പറയാതെ ഇരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ഈ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ രജന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ ജാൻമണി വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ദയനീയമായിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ FIR ഇട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ രചന, ഇന്ന് ഞാൻ ടി ജിയോടൊപ്പം രാവിലെ മുതൽ അവിടെ നിന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഡിവൈസുകൾ, ലാപ്ടോപ്പ് സകലതും എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. എന്തിനാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്? തെളിവുണ്ടാക്കാനെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തെളിവ് കണ്ടെത്താനെന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോയി. ഇതിനകത്ത് യാതൊരു ആവശ്യമില്ല. കാരണം അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിന് കൊടുത്തിട്ടുള്ള ഒരു ബൈറ്റാണത്, അല്ലെങ്കിൽ ഒരു വീഡിയോ ആണത്. സ്വാഭാവികമായിട്ട് ആ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടിട്ടാണ് അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകേണ്ടത്. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഈ പ്രായമായ മനുഷ്യനെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം, ഇന്നിപ്പോൾ തിരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം ഈ രീതിയിൽ ഓടിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട്. ഈ ജാൻമണി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്തേ? ഈ പറയുന്ന ഒരു ആർജവം എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ കാണിക്കാത്ത? അങ്ങ് തന്നെ പറഞ്ഞല്ലോ, BJPയുടെ പ്രധാനമന്ത്രിയാണെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, അതുകൊണ്ട് എല്ലാവരുടെയും പ്രധാനമന്ത്രിയായിട്ടാണ് കാണുന്നതെന്നുള്ള കാര്യം. നോക്കൂ, ലോകത്തിൻ്റെ മുൻപിൽ മുഴുവനും കേരള സംസ്ഥാനത്തിനകത്തിരുന്നു കൊണ്ട് ഒരു വ്യക്തി ഇത്രയധികം ഹീനമായിട്ടൊരു വ്യക്തിയെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമോന്നേ? അത് ആ വ്യക്തിയെക്കുറിച്ചിട്ടുമല്ല, ആ അമ്മയെക്കുറിച്ചിട്ടല്ലേ ആ ആരോപണം ഉന്നയിക്കുന്നത്. എന്താണ്, ആ ഭർത്താവ് മരിച്ചുപോയി 3ാമത്തെ വർഷം ആ സ്ത്രീ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ, ആ അമ്മ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ എത്ര ഹീനമായിട്ടുള്ള ഒരു ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് തരത്തിലുള്ള ഒരു അപലപിക്കലാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നത്? ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും പ്രതികരിച്ചോ? അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംവിധാനം, നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും പ്രതികരിക്കുന്ന സംവിധാനം ഒരു നടപടി ഉണ്ടായോ? ഇല്ലല്ലോ. പകരം എന്താണ്, നിങ്ങൾ ഇത്രയധികം കേസ് ഉണ്ടാവുകയും 2 ദിവസം ഞങ്ങൾ വലിയ കോലാഹലം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയത് കൊണ്ടും കേരളത്തിനകത്ത് അതൊരു വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റിയത് കൊണ്ടും സാധാരണ ജനങ്ങളിൽ നിന്ന് പ്രതികരണം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം സോഷ്യൽ മീഡിയ പ്രചരണത്തിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചത് കൊണ്ടും നിങ്ങളൊരു FIR ഇട്ടു എന്ന് വരുത്തി. ആ വരുത്തിയതല്ലാണ്ട് അവർ സ്വന്തം മൊബൈലിൽ മറ്റൊക്കെ ആയിരിക്കുമല്ലോ ഷൂട്ട് ചെയ്യാൻ. അവരുടെ ഡിവൈസ് എന്തുകൊണ്ടാണ് നിങ്ങൾ പിടിച്ചെടുക്കാൻ പോകാത്തേ? അവരുടെ അടുത്തേക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് പോലീസിനെ അയക്കാത്തത്? നിങ്ങളൊരു പോലീസ് കോൺസ്റ്റബിളിനെങ്കിലും പറഞ്ഞു വിട്ടിട്ട് അവരെ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുത്തി ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാത്ത എന്താ? അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും കൂടി നിങ്ങൾ ഒരുമിച്ച് പറഞ്ഞ് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ്. ശ്രീ ജലീൽ പുനലൂർ, അങ്ങ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നേരത്തെ തന്നെ എനിക്ക് മറുപടി പറയണം എന്നുണ്ടായിരുന്നു. അങ്ങ് സവർക്കറുടെ വിഷയം എടുത്തിട്ടായിരുന്നു. സവർക്കറെ കുറിച്ച് ഇങ്ങനെ ചോദ്യം ചോദിച്ചു എന്നുള്ളത് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്. ബ്രിട്ടീഷ് സർക്കാർ ഭരിച്ച കാലയളവിൽ ഏറ്റവും കൂടുതൽ തടവ് ശിക്ഷ വിധിച്ച പ്രതി എന്ന് വിളിക്കപ്പെടുന്ന ആൾ, അല്ലെങ്കിൽ പ്രതി ആരായിരുന്നു? അങ്ങുത്തരം പറയാമോ? അങ്ങുത്തരം പറഞ്ഞാൽ മതി. ബ്രിട്ടീഷ് സർക്കാർ ഏറ്റവും അധികം കൂടുതൽ കാലം തടവ് ശിക്ഷയ്ക്ക് വിധിച്ച വ്യക്തി ആരായിരുന്നു? ഉത്തരവുണ്ടോ? ഉത്തരം പറയാൻ പറ്റില്ല കേരളത്തിൽ. ഉത്തരം പറയാനില്ല കേരളത്തില്. ഉത്തരം പറയാനില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, കോഴിക്കോട് വെച്ചിട്ട് DC ബുക്സ് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തി. ആ ലിറ്ററേച്ചർ ഫെസ്റ്റിനകത്ത് ക്രോണിക്ലിംഗ് സവർക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. ആ ടോപ്പിക്ക് പ്രസന്റ് ചെയ്യാൻ വന്ന ഒരാൾ ഡോക്ടർ വിക്രം സമ്പത്തായിരുന്നു. സവർക്കറുടെ ബയോഗ്രഫി എഴുതിയ ആളാണ്. നമ്മുടെ മനു S. പിള്ളയായിരുന്നു ആ സെഷൻ മോഡറേറ്റ് ചെയ്തത്. ഈ വിക്രം സമ്പത്ത് 1 മണിക്കൂർ സംസാരിച്ച് കഴിയുന്ന സമയത്ത് ആ ക്രൗഡ് വലിയ ബഹളം ഉണ്ടാക്കുകയാണ്. ഇത് സവർക്കറിനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് DC ബുക്സ് നടത്തിയ സമ്മേളനമാണ്, അല്ലെങ്കിൽ സെഷനാണ് എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ മനോസ് പിള്ള നമുക്കറിയാമല്ലോ, ഐവറി ത്രോൺ ഉൾപ്പെടെ എഴുതി പലപ്പോഴും ഈ ഹിന്ദു വിഭാഗങ്ങളുടെ പോലെ എതിർചേരിയിൽ നിൽക്കുന്ന ആളെന്ന് അറിയപ്പെടുന്ന ആളാണ് മനോസ് പിള്ള. അദ്ദേഹം ഒരു വലിയ തരത്തിൽ ഇടതുപക്ഷത്തിനും വലിയ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആളാണ്. മനോസ് പിള്ള അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് വിരോധമുള്ള ഭാഗം എന്താണെന്ന് വെച്ചാൽ പറയൂ, അല്ല നിങ്ങൾക്ക് ഒരു ബുക്കിനോട് വിരോധമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലും മികച്ചൊരു ബുക്ക് എഴുതി വേണം ഇതിനെ ഖണ്ഡിക്കാൻ വേണ്ടി. ഇതിലും മികച്ച ബുക്ക് എഴുതാൻ അവർക്കില്ല. അവർക്ക് വ്യാജമായിട്ടുള്ള കുറേ ആരോപണങ്ങൾ മാത്രമാണുള്ളത്. ഒടുവിൽ ഈ പ്രഷർ കാരണം അവിടെ നിൽക്കുന്ന ഒരാൾക്ക് പോലും ഈ പറയുന്ന വിക്രം സമ്പത്ത് പറഞ്ഞതിൻ്റെ മുകളിലേക്ക് കയറി സവർക്കറിനെ ഇവരുദ്ദേശിക്കുന്ന ഒരു നറേറ്റീവിൽ കൊണ്ടുകെട്ടാൻ സാധിക്കുന്നില്ല. ഇവരുദ്ദേശിക്കുന്ന പോലെ ഒരു ഷൂ നക്കിയോ ചെരുപ്പ് നക്കിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ബൗദ്ധികമായിട്ട് തകർന്നു പോയവർ അവിടെ ഇരിക്കുന്ന ഒരാൾക്ക് സാധിക്കുന്നില്ല. അവസാനം ഇവരെന്ത് ചെയ്തു എന്നറിയാമോ? ഇവർ ചെയ്ത കാര്യമാണ് കേരളം കേൾക്കേണ്ടത്. ഇവർ DC ബുക്സിൻ്റെ അകത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കി. വിക്രം സമ്പത്തിനെ അടിക്കാൻ പിടിച്ചു. കേരളത്തിൽ നടന്ന സംഭവമാണ്. വിക്രം സമ്പത്തിനെ അടിക്കാൻ പിടിച്ചു. ബൗദ്ധികമായിട്ട് ചർച്ച ചെയ്ത് ജയിക്കാനുള്ള ആംബിയർ ഇല്ലാതെ വരുമ്പോൾ കേരളത്തിലെ സോ കോൾഡ് ഇസ്ലാമിസ്റ്റ് ലെഫ്റ്റ് വിഭാഗം ചെയ്യുന്ന ഒരു പണിയാണിത്. കാരണം എന്താണ്? ആൾക്കൂട്ടം കാണിച്ച് ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത്. അവസാനം അവർ വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹത്തെ കാറിൻ്റെ അകത്ത് കൊണ്ടാക്കി അദ്ദേഹത്തെ അവിടുന്ന് രക്ഷിച്ചു വിടുകയാണ് ചെയ്തത്. ഒരു മനുഷ്യൻ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സംസാരിച്ച് ജയിക്കാനുള്ള ത്രാണി ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അതിനുശേഷം DC ബുക്സിനെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ എന്നും നോക്കിയാൽ മനസ്സിലാവും. ആ കോഴിക്കോട് നടന്നിട്ടുള്ള DC-യുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ അകത്ത് ഒരേ ഒരു സെഷൻ മാത്രമാണ് യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടത്. അത് സവർക്കറുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമായിരുന്നു. നിങ്ങൾക്ക് അതിനകത്ത് ആർജവം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യം അതേ വിക്രം സമ്പത്തിനെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങളുടെ പക്ഷത്തു നിന്നുള്ള ഒരു ലെഫ്റ്റ് ഇന്റലക്ച്വലിനെ അവിടെ കൊണ്ടിരുത്തി അദ്ദേഹവുമായിട്ട് സംവദിക്കുക എന്നുള്ളതായിരുന്നു. വർഷം 5 അത് കഴിഞ്ഞിട്ട് ഇതുവരെയും കേരളത്തിലെ ഇസ്ലാമോ ലെഫ്റ്റിന് അതിന് സാധിച്ചിട്ടില്ല. പകരം എന്താ ചെയ്യുന്നത്? ഇപ്പോഴും ഓടുവാണ് അയ്യോ സവർക്കർ എന്ന് പറഞ്ഞിട്ട്. സവർക്കറുടെ ബുക്കിനോ സവർക്കറുടെ പേരിനോ ആദ്യമായിട്ടല്ല ഈ ഭാരതത്തിനകത്ത് ഇത്രയും വലിയ ഒരു അല്ലെങ്കിൽ ആക്രമണം നേരിടേണ്ടി വരുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ആ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന പുസ്തകം 1906 7 മറ്റോ അദ്ദേഹം എഴുതുന്നത്. ആ പുസ്തകം അച്ചടിക്കപ്പെടുന്നത് വരെ ഏറ്റവും വലിയ രാജ്യദ്രോഹമായിട്ടായിരുന്നു ബ്രിട്ടീഷുകാർ കരുതിയിരുന്നത്. അവരതിന് നിയമം ഉണ്ടാക്കി, അവരതിനെതിരായിട്ട് അത്രയധികം നടപടികൾ എടുത്തു. എത്രയൊക്കെ രാജ്യങ്ങളിൽ പോയെന്നറിയാമോ? അത് പ്രിന്റ് ചെയ്തിട്ടാൻ വേണ്ടി. ഇന്ത്യയിൽ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല, ബ്രിട്ടനിൽ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല, ഫ്രാൻസിൽ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. അവസാനം ഹോളണ്ടിൽ കൊണ്ടുപോയിട്ടാണ് അതിനെ പ്രിന്റ് ചെയ്യുന്നതും അതിനെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് പോലും സാഹസികമായിട്ടുള്ളൊരു യാത്രയാണ്. അപ്പൊ സവർക്കറുടെ ഒരു ചോദ്യത്തിനെതിരെ അല്ലെങ്കിൽ സവർക്കറുടെ പേരിൽ വരുന്ന ഒരു വിഷയത്തിനെതിരായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങിയിട്ട് 101 കഴിഞ്ഞു നമ്മുടെ നാട്ടിനകത്ത്. അപ്പോൾ സവർക്കർക്കും ഇത് പുത്തരിയല്ല. സവർക്കറിനെ അനുകൂലിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുത്തരിയല്ല. കാരണം നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ല, നിങ്ങൾക്ക് ആ വിഷയത്തിനകത്ത് ബൗദ്ധികമായിട്ടൊരു വിഷയം ഉന്നയിക്കാനും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നം.